Good morning, dear children. നമ്മളുടെ മാത്സിന്റെ തേർഡ് ചാപ്റ്റർ തന്നെയാണ് പഠിക്കുന്നത്. ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമ്മളിന്ന് പുതിയതായിട്ടുള്ള കാര്യങ്ങളല്ല പഠിക്കുന്നത്. കാരണം നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഇത്രയും പോർഷൻസ് നമുക്ക് കവർ ചെയ്ത് വന്നിട്ടില്ല. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെ പ്രോബ്ലംസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ 2 ചാപ്റ്റേഴ്സ് പെട്ടെന്ന് തീർന്നത്. പക്ഷെ നമ്മുടെ സ്കൂളിൽ നമ്മൾ പ്രോബ്ലംസ് 1 by 1 ആയിട്ട് ചെയ്തു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് തേർഡ് ചാപ്റ്റർ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ജോമെട്രി ആണ്. ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഫിഗേഴ്സ് ആവാം അല്ലെ, ലൈൻസ് വെച്ച് ഫോം ചെയ്തിരിക്കുന്ന എന്താണെന്ന് പറയാം? ജോമെട്രി ആണെന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ഈ ബോയുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഈ ബോയുടെ പേര് റോജർ. റോജർ ഡ്രൂ എ പോളിഗൺ. ലേബൽ ദ പോളിഗൺ. ഇത് എത്ര സൈഡ്സ് ഉണ്ട് ഇതിന്? 1 2 3 4 5 സൈഡ്സ് അല്ലേ ഉള്ളത്. 5 സൈഡഡ് ഫിഗറിനെ എന്ത് പേരാ നമ്മൾ വിളിക്കുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് പെന്റഗൺ. എന്താണ് അതിനെ വിളിക്കുന്നത്? പെന്റഗൺ അല്ലേ. ഓക്കെ. ഇനി ഹൗ മെനി ലൈൻ സെഗ്മെന്റ്സ് ഡു യു സീ ഇൻ ദ ഫിഗർ? യൂസ് എ റൂളർ to find the length of each line segment. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇതിനകത്ത് എത്ര ലൈൻ സെഗ്മെന്റ് കാണാം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇന്ന് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജോമെട്രിക്കൽ പോർഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്? ആംഗിൾസ് ആൻഡ് ദെയർ പാർട്സ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആംഗിൾസിനെ കുറിച്ചാണ്. എന്താ കൊടുത്തിരിക്കുന്നത്? It is Sunday. Vikram, Saloni and Simran are playing with matchsticks. അപ്പോൾ ഒരു സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡേ ആണ്? ഹോളിഡേ ആണ് അല്ലേ. അപ്പോൾ അവിടെ വിക്രമും സലോണിയും സിമ്രാനും അവരെന്ത് ചെയ്യാണ്? അവർ മാച്ച് സ്റ്റിക്ക് വെച്ചിട്ട് കളിക്കുകയാണ്. കണ്ടോ, അവരുണ്ടാക്കിയിരിക്കുന്ന ഷേപ്സ് ആണ് നമ്മളുടെ ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. വിക്രം ഇങ്ങനെ 2 സ്ട്രെയിറ്റ് ലൈൻ പോലെ, സലോണി എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ചെറിയൊരു ആംഗിൾ പോലെ, സിമ്രാൻ വലിയ ആംഗിൾ പോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. The matchsticks are joined at one end. അവരെ തമ്മിൽ പരസ്പരം ഓരോ എൻഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. If we suppose that these matchsticks are rays, we can say that they make an angle at the point of intersection. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇതൊരു റേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്താന്ന് പറയാം? ഇതിനെ നമുക്ക് ഒരു ആംഗിൾ ഫോം ചെയ്തു എന്ന് പറയാം. അവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഒരു ആംഗിൾ ഫോം ചെയ്തു എന്ന് പറയാം. ഓക്കെ. എന്താണ് ഒരു റേ എന്ന് പറയുന്നത്? റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ തന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. റേ എന്ന് പറയുന്നത് എന്താണ്? റേ ഈസ് എ പാർട്ട് ഓഫ് എ ലൈൻ that has one end point and proceeds to other direction infinitely. അതായത് ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും. ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു എൻഡ് പോയിന്റ് ഉണ്ടാവും. മറ്റേ അറ്റത്ത് ആരോ മാർക്ക് ആയിരിക്കും. ആരോ മാർക്കിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ വിച്ച് ഈസ് ഇൻഫിനിറ്റ്ലി. അതായത് ആ ഡയറക്ഷനിലേക്കുള്ള ലൈൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. അതൊരു ഫിക്സഡ് പോയിന്റ് അല്ല. അതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് കിടക്കുമായിരിക്കും. കൺസിഡർ 2 rays BA and BC. നമുക്ക് ഇവിടെ ഈ ഫിഗർ കാണാം. ഇവിടെ 2 റേസ് നമ്മൾ കാണുന്നില്ലേ? BAയും BCയും. ഓക്കെ. അപ്പോൾ ഈ BAയും BCയും റേസ് ആയതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ഒരു സൈഡിലേക്കുള്ള ആരോ മാർക്ക്, ഒരു ജസ്റ്റ് ചെറിയ ലൈനും ഒരു സൈഡിലേക്കുള്ള ആരോ മാർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റേ BAയും റേ BCയും എന്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ. ഈ BAയും BCയും ഇവരുടെ രണ്ടുപേരുടെയും കോമൺ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് B അല്ലേ. The two rays are the arms of angle. അപ്പോൾ ഈ BAയും BC എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആംഗിളിന്റെ ആംസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് എന്ത്? ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ മാച്ച് സ്റ്റിക്കിന്റെ കേസിൽ പറഞ്ഞു, ഈ 2 സ്റ്റിക്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിലാണ് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആംഗിളിന്റെ ആംസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഈ ലൈൻ റേ BAയും റേ BCയും. The meeting point B of the two rays is called the vertex of the angle. ഈ 2 ആംസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതായത് കോമൺ ഇന്റർസെക്ഷൻ പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? വെർട്ടെക്സ് എന്ന് പറയുന്നത്. The angle is read as angle ABC or angle CBA, where the symbol angle stands for
ആംഗിൾ. അതായത് നമ്മൾ ആംഗിളിന്റെ സിമ്പിൾ എന്താന്ന് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണല്ലേ. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ ഇടുന്നത് പോലെ ഒരു സിമ്പിളാണ് ആംഗിളിന് വരയ്ക്കുന്നത്. ഇനി പേര് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്? ഇങ്ങനെ അല്ലേ, ഈ കോമൺ പോയിന്റ് അതായത് ആംഗിൾ പറയുന്ന പോയിന്റ് സെന്ററിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ നെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സസൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദ ആംഗിൾസ് ഇൻ ദീസ് ഫിഗേഴ്സ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ആംഗിൾസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. ഇവിടെ ഫസ്റ്റ് വണ്ണില് ആംസ് ആരൊക്കെയാണ്? ആംസ് എന്ന് പറയുന്നത് പി ആറും പി ക്യൂ. അപ്പോൾ ഇവിടെ ആംഗിൾ എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഈ വെർട്ടെക്സ് പോയിന്റ് പിയിലാണ് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ പേര് എന്ത് വരും? ആംഗിൾ ആർ പി ക്യൂ. എന്താ വരുന്നത്? ആംഗിൾ ആർ പി ക്യൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരാണ് ആംഗിൾ ആർ പി ക്യൂ. ഇനി എന്താ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? എൻ എൽ എം അല്ലെ. ഇവിടുത്തെ ഈ എല്ല് വരുന്ന ആംഗിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെയിം ചെയ്യുന്നത്. അപ്പൊ ആംഗിളിന്റെ പേര് എൻ എൽ എം. ഓക്കെ, ഇനി നെക്സ്റ്റ് സൈഡിൽ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡിന്റെ വേണം നമ്മൾ പേര് എഴുതാനായിട്ട്. ഇവിടെ ഇപ്പൊ ബി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ത് എഴുതാം? എ ബി സി എന്ന് എഴുതാം, അല്ലെങ്കിൽ സി ബി എ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗിൾസിനെ നെയിം ചെയ്യുന്നത്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്ക് ദ ആംഗിൾസ് ഇൻ വിച്ച് angles in each figure, write the name of all the angles. നമ്മളോട് ഓരോ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ട് അവരുടെ നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താ ഈ വലിയ ഫിഗർ? അപ്പോൾ ഇതിന് നമുക്ക് ഈ ആദ്യം ഈ പോയിന്റ് നോക്കാം. എല്ലാത്തിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് എന്താണ്? ഡി ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പോയിന്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗിളിന്റെ പേര് എന്ത് വരും? ആംഗിൾ ഇ ഡി ജി. ആംഗിൾ ഇ ഡി ആൻഡ് ജി. ആംഗിൾ ഇ ഡി ജി. ഇനി രണ്ടാമത്തെ ലൈൻ നമുക്ക് ഇത് നോക്കാം, രണ്ടാമത്തെ ആംഗിൾ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? ആംഗിൾ ജി ഡി എഫ്. ആംഗിൾ എന്ത് വരും? ആംഗിൾ ജി ഡി ഡി എഫ് അല്ലെ. ആംഗിൾ ജി ഡി എഫ്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഈ ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ ഇതിനെ നോക്കാം ഇനി. അപ്പൊ എന്ത് വരും? എഫ് ഡി എച്ച് അല്ലെ. എഫ് ഡി എച്ച്. ഓക്കെ, നമുക്കിനി ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ കാണാലോ. ഇ ഡി എച്ച് ഇങ്ങനെ വലിയൊരു ആംഗിൾ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആംഗിൾ ഇ ഡി എച്ച് വരും. പിന്നെ അതേപോലെ നമുക്ക് ഇത്രയും മാത്രം പോർഷൻ കാണാലോ. ഇ ഡി എഫ് വരെ വരുന്ന ഒരു പോർഷൻ കാണാം. ഇ ഡി എഫ്. അതേപോലെ ഇവിടെ നിന്ന് തിരിച്ചു വരാലോ നമുക്ക്. ജി വരെ എച്ച് ഡി ജി, ആംഗിൾ എച്ച് ഡി ജി. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫിഗറിൽ നിന്ന് ആംഗിൾസിനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ആംഗിൾസിനെ മാർക്ക് ചെയ്തിട്ട് അതിന് നെയിം കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ നെയിംസ് ഓഫ് വെർട്ടെക്സ് ആൻഡ് ആംസ് ഓഫ് ഈച്ച് ആംഗിൾ. ഓരോന്നിന്റെ വെർട്ടെക്സ് ആംസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വെർട്ടെക്സ് ആംഗിൾ എഴുതേണ്ടതെന്ന്. വെർട്ടെക്സ് ഏതാണ്? ഫസ്റ്റ് വൺ മാത്രം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണിന്റെ വെർട്ടെക്സ് എന്താണ്? പോയിന്റ് ബി അല്ലേ. ഇവിടെ ബി ആണ് കോമൺ ഇന്റർസെക്ഷൻ പോയിന്റ്. അടുത്ത എന്താണ്? ആംസ് ഓഫ് ദ ആംഗിൾ എന്തൊക്കെയാണ്? ബി സി ഉണ്ട്, ബി എ ഉണ്ട് അല്ലേ. ബി സിയും ബി എയും. അങ്ങനെ നമ്മളോട് നെക്സ്റ്റ് ഫിഗേഴ്സിന്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഫിഗർ തന്നിട്ട്, അതായത് ഈ ഓപ്ഷൻ 3 ഇവിടെ കാണിച്ചിരിക്കുന്ന മക്കൾ നോക്കുക. സി, ഓപ്ഷൻ സി. അതിൽ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഫിഗർ, അതിൽ സിയുടെ നേരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനെ ആംഗിൾ ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുമ്പോൾ എന്ത് വരും? വെർട്ടെക്സ് എന്താണ്? ആംഗിൾ പോയിന്റ് ഏതാണ്? സി. ഇതിന്റെ ആംസ് ഓഫ് ദ ആംഗിൾ എന്തൊക്കെയാണ്? ബി സിയും എ സിയും അല്ലേ. ബി സിയും ഉണ്ട്, എ സിയും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ നെയിംസ് ഓഫ് വെർട്ടീസസ് ആൻഡ് ആംഗിൾസ് മാർക്ക്ഡ് ഇൻ ദ ഗിവൺ ഫിഗേഴ്സ്. ഇതേപോലെ ഇവിടെ മാർക്ക്
ചെയ്തിരിക്കുന്ന ആംഗിൾസിൻ്റെത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചു, നമ്മളുടെ ചുറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഉണ്ട്. എന്തൊക്കെയാണ്? റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ ആൻഡ് റിഫ്ലെക്സ് ആംഗിൾ. നമ്മൾ ഇവിടെ ഇപ്പോൾ വിക്രം വരച്ചത് കണ്ടായിരുന്നു. വിക്രം എങ്ങനെയാണ് മാച്ച് സ്റ്റിക്ക് ചെയ്തത്? എൽ ഷേപ്പിലാണ് അല്ലേ? അതായത് വേറെ അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ബെൻഡിങ് ഒന്നുമില്ല. കൃത്യം ഒരു രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ്, ഒരെണ്ണം വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും അറേഞ്ച് ചെയ്തിരിക്കുന്ന രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിളാണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് ആംഗിൾ. അതാണ് ഭൂരിഭാഗം നമ്മൾക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്തായിട്ട് കാണാം? നമുക്ക് റൈറ്റ് ആംഗിളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മളുടെ ബുക്ക്, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ക്യാരം ബോർഡ്. ഇതിൻ്റെയൊക്കെ കോർണർ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഇതൊക്കെ റൈറ്റ് ആംഗിൾഡ് ആണ്. കാരണം ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വളഞ്ഞു പോയേക്കുന്നതല്ല. ഈ മീറ്റ് ചെയ്ത് രണ്ട് പോയിന്റ് നിങ്ങളൊന്ന് നോക്കൂ. ഈ ബ്ലാക്ക് ലൈൻസിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അല്ലേ? ഈ രണ്ട് ബ്ലാക്ക് ലൈൻസ് അല്ലേ ഇവിടെ മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മീറ്റിംഗ് പോയിന്റ് എന്താണ്? അത് റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അക്യൂട്ട് ആംഗിൾ. എന്താണ്? അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾസ് ലെസ് ദാൻ 90 ഡിഗ്രി, അതായത് നമ്മുടെ റൈറ്റ് ആംഗിളിനേക്കാളും ചെറുതായിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ മക്കൾക്ക് കാണാം, റൈറ്റ് ആംഗിൾ വരണം എന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഫിഗർ എങ്ങനെ വരണമായിരുന്നു? ഈ മാച്ച് സ്റ്റിക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണമായിരുന്നു അല്ലേ? പക്ഷെ നമുക്ക് ഇത് ഈ 90 ഡിഗ്രിനേക്കാളും ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് നോൺ ആസ് അക്യൂട്ട് ആംഗിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും, ഇത് വലിയ ആംഗിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് റൈറ്റ് ആംഗിളിനേക്കാളും വലുതാണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ വരുള്ളൂ 90 ഡിഗ്രിക്ക്. നമുക്ക് അതിനേക്കാളും കൂടുതലുണ്ട് അല്ലേ? ഇപ്പുറത്തെ ഭാഗത്തേക്ക് 90 ഡിഗ്രിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെയും കുറച്ചുകൂടി പോർഷൻ ഉണ്ട്. ഇത്രയും പോർഷൻ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? 90 ഡിഗ്രിനേക്കാളും വലുതാണ്. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് നോൺ ആസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് റിഫ്ലെക്സ് ആംഗിളും ഒരു സ്ട്രെയിറ്റ് ആംഗിളും ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈ ഫുൾ പോർഷൻ വരുന്നത് ഇത് ഒബ്റ്റ്യൂസ് ആംഗിളിനേക്കാളും എപ്പോഴും വലുതായിരിക്കും. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ലൈൻസിന്റെ ഇവിടെ ഇപ്പൊ നമുക്ക് കാണാം, ഈ ഒരു ലൈൻ, ഈ മാച്ച് സ്റ്റിക്ക്, രണ്ട് മാച്ച് സ്റ്റിക്ക് ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അതിന്റെ ഈ ഇത്രയും പോർഷൻ എന്തെന്ന് പറയും? സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, നമ്മളുടെ ഈ ക്ലോക്കില്, നമ്മളുടെ ബുക്കിന്റെ സെന്റർ പോർഷൻ, ഇതൊക്കെ എന്താണ്? സ്ട്രെയിറ്റ് ആംഗിൾ. ബുക്ക് നമ്മൾ തുറന്നു വെച്ച് കഴിയുമ്പോൾ എന്താണ്? നീളത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ നമുക്ക് വരുന്നത്. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിഫ്ലെക്സ് ആംഗിൾ എന്താണ്? റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണോ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു ആംഗിൾ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ്, അതാണ് റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് റിഫ്ലെക്സ് ആംഗിൾ എന്ന് വരുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയും പോർഷൻ കാണിച്ചിട്ടുണ്ട്, അതായത് നമ്മളുടെ ചെയ്യുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആംഗിൾസ് ഒക്കെ പഠിച്ചത്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ട്രൂ ഓർ ഫോൾസ്, ആംഗിൾസിന്റെ പേര്, പിന്നെ വിച്ച് ടൈപ്പ് ഓഫ് ആംഗിൾ, അതൊക്കെ ഒന്ന് എഴുതാനുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. മക്കളിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് എഴുതണം. നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരച്ച് എഴുതി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ കാണാം, ആംഗിൾസിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഈ വീഡിയോസ് എല്ലാം നിങ്ങളുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അനുസരിച്ച് നിങ്ങൾ ഇതെടുത്ത് കാണണം.
In this module, you will learn about angles. Look at this simple open curve. It is made up of two rays starting from a common point. Such a curve is called an angle. The two rays that join at a common endpoint to form an angle are called the sides or the arms of the angle. The common endpoint is called the vertex of the angle. Let's name the vertex as B. The angle formed at vertex B is indicated by marking a small curve. It is called angle B. Now, let's mark 2 points, A and C, on the two sides or arms of the angle. This angle can now be called angle ABC, which is a more precise way of naming an angle. Let's draw another ray, BD, from point B. 2 more angles are formed here. How do we name these angles? The first angle can be called angle ABD, and the second angle can be called angle CBD. Rays BA and BC are the sides of angle ABC. Please note, when naming an angle, the vertex where the angle is formed is always written in the middle. Now, let's identify the interior of an angle. First, we shade the portion from ray BC to ray BA. Next, shade the portion from ray BA to ray BC. The portion that lies in between the two rays BC and BA is called interior of the angle. The interior of an angle is indefinite as its two sides can be extended indefinitely. Let's consider the points P, Q, and R. Point P lies in the interior of angle ABC. Point Q lies on the angle ABC, while point R lies in the exterior of the angle ABC. In this module, you learned that an angle is formed by two rays joining at a common endpoint. The two rays that join at a common endpoint to form an angle are called the sides or the arms of the angle. The common endpoint is called the vertex of the angle. The portion that lies in between the two rays is called interior of the angle. Okay, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? ജസ്റ്റ് നമ്മൾ ആംഗിൾസിന്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടു. അതാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് അല്ലേ? നമ്മൾ അതിന്റെ വീഡിയോ ആണ് കണ്ടത്. ഇത് മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായതല്ലേ? കാരണം ഇത് നമ്മൾ ഓൾറെഡി 2-3 തവണ നമ്മളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അതിന്റെ ഒരു 1-2 എക്സാമ്പിൾസ് നോക്കാം. In the following figure, write another name for the following: A angle 1, B angle 2, C angle 3, D angle 4, E. What are the vertices of angles 1 and 4? F. Find the position of points X and Y with respect to angle 2. We know that angle 1 is formed by the joining of rays BS and BD. So, angle 1 is written as angle SBD. Similarly, we know that angle 2 is formed by the joining of rays BR and BA. So, angle 2 is written as angle RBA. Also, angle 3 is formed by the joining of rays AC and AQ.
So angle 3 is written as angle CAQ. Similarly, we know that angle 4 is formed by the joining of rays AB and AP. So angle 4 is written as angle BAP. The vertex is the common point of the two rays of an angle. Angle 1 is formed by ray BS and BD that join at B, while angle 4 is formed by rays AB and AP that join at A. The vertex of angle 1 is B, and the vertex of angle 4 is A. We know that the area enclosed in the middle of the two rays is called the interior of the angle. The area outside the two rays of the angle is called the exterior of the angle. Point Y is in the interior of angle 2, while point X is on the exterior of angle 2. Okay, this is just an example. This is complicated. ഇതിനകത്ത് ഇപ്പോൾ ഈ 1 2 3 4 റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആംഗിൾസ് നമ്മളൊന്ന് ഇവിടെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തു. അതിനുശേഷം ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടുവെന്നേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്. അതിങ്ങനെ പെട്ടെന്ന് ആ വലിയ ഫിഗർ കാണുമ്പോൾ നമ്മൾക്കൊരു കൺഫ്യൂഷൻ വരുന്നേ ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ആംഗിൾസ് ആണ്. Look, it's 2 o'clock. Notice the two hands of the clock? Don't they form two rays? Let's label the rays as AB and AC. As you know, an angle is formed when two rays have a common end point. Here, A is the common end point. The common end point is called the vertex of the angle. And AB and AC are called the arms of the angle. This angle is called angle BAC or angle CAB. Did you notice that the middle letter is the vertex of the angle? We use this symbol to represent an angle. If we wait for an hour, it will become 3 o'clock. Look! The angle has increased. Let's take a square piece of paper and place it on the angle. Notice how it fits perfectly? This type of an angle is called a right angle. You see many examples of right angles every day. Let's wait for another hour. The angle has again increased. It is wider than the right angle. This type of an angle is called an obtuse angle. We see lots of obtuse angles around us as well. But what if the angle was narrower than a right angle? In that case, we would call it an acute angle. So, a right angle looks like the corner of a square. An acute angle is narrower than a right angle. And an obtuse angle is wider than a right angle. Do you know the angle that is formed now? Yes, that's right. It's an obtuse angle. Let's wait for another hour. It's 6 o'clock now. Notice how both the hands point in opposite directions. The angle between them forms two right angles. This type of an angle is called a straight angle. So, as you have learnt, there are many types of angles. And a clock shows all these angles. Okay, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു ആംഗിള്, ആംഗിൾസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, അതിനുശേഷം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആംഗിൾസ് ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് പഠിച്ചത് മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് തറവായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് പഠിക്കണം. ഓക്കെ.